വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടമായി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ജമ്മു കശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സ്വാഭാവികമായും സുരക്ഷാ ക്രമീകരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ കൊച്ചിയിലുള്ള ആളുകൾക്ക് ഭാര്യയെയോ ഭാര്യശീലയോ അല്ലെങ്കിൽ മകളെയോ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ വീട്ടിലെ പരിസരവാസികൾ പറയുന്നതനുസരിച്ച് അവരുടെ ഈ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീല രാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ മകൾ അമ്മു, കൂടെ പോയ 2 കുട്ടികളും സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. ടി സിദ്ദിഖ് MLA, അതുപോലെ തന്നെ മുകേഷ് അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവർ നൽകുന്ന വിവരമനുസരിച്ച് അവർ സുരക്ഷിതരാണ് എന്നൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എങ്കിലും ഒരു മലയാളിക്ക്, അതായത് ഇടപ്പള്ളി സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇടപ്പള്ളിയിലെ നീരാഞ്ജനം എന്ന വീട്ടിലായിരുന്നു ഇവർ സന്തോഷപൂർവ്വം താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 40 വർഷമായി ഇവർ ഇവിടെ താമസിച്ച് വരികയാണ്. അതിനിടെ ഈ മരിച്ച ഈ രാമചന്ദ്രൻ ദുബായിലായിരുന്നു. ഇവിടെ തിരികെ നാട്ടിലെത്തിയിട്ട് ഏകദേശം 6-7 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഇയാൾ ഇവിടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിരുന്നു. വളരെ ശാന്തശീലനായ ആളായിരുന്നു. പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായി തന്നെ ആളുകളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. നിറകണ്ണുകളോട് കൂടി തന്നെയാണ് പരിസരവാസികളെല്ലാം ഇവിടേക്ക് ഓടിയെത്തുന്നത്. ഇപ്പോഴും അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ തന്നെ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ വിദേശയാത്രയ്ക്ക് പോയതാണ്. ഒരു ടൂർ പാക്കേജ് എടുത്തല്ല, മറിച്ച് തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ ഭാര്യ ഷീല രാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ മകൾ അമ്മു, മകളുടെ 2 കുട്ടികൾ, അദ്ദേഹത്തിൻ്റെ ഇളയ മക്കളോടൊപ്പം, കൊച്ചുമക്കളോടൊപ്പം അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇന്നലെ രാവിലെ സന്തോഷപൂർവ്വം തന്നെയായിരുന്നു മടങ്ങിയത്. ബന്ധുക്കളോടൊക്കെ പറഞ്ഞ വിവരമനുസരിച്ച് ഞങ്ങൾ അവധിക്ക് പോയി വരാം എന്ന് സന്തോഷത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു മടക്കം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വിധി ഇവരെ തേടിയെത്തും എന്ന് പ്രതീക്ഷിച്ചില്ല. ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞിരുന്ന ഒരു വീടാണ്. രാമചന്ദ്രൻ്റെ തന്നെ ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു ഇരുചക്ര വാഹനമൊക്കെ ഈ വീടിന് മുന്നിൽ നിർത്തിയിട്ടേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരികെ എത്തുമ്പോൾ അദ്ദേഹമില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു എന്നാണ് വിളിക്കുന്നത്. ഹൈദരാബാദിലാണ് അപ്പു ജോലി ചെയ്യുന്നിരുന്നത്. ഈ വിവരമനുസരിച്ച് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ, ചെറുമക്കൾ എന്നിവർ സുരക്ഷിതരായിരിക്കുന്നു എന്നൊരു ഏറ്റവും നിർണായകമായ വിവരം കൂടി ഈ നാട്ടുകാർ പറഞ്ഞു വെക്കുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ സജീവമായിരുന്നു? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. നാട്ടിലറിയപ്പെടുന്ന ഒരു പഴയൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്യുക, അതിനുശേഷം വിദേശത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ട്. പക്ഷേ ഇന്ന് ഒരു 4 ഇൻഫർമേഷൻ ഇവിടെ ബന്ധുക്കൾക്ക് കിട്ടിയെന്ന് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുകയും, തീവ്രവാദികളെ ആളുകൾ ആ പേര് ചോദിക്കുകയും പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ആ കൊച്ചുകുട്ടിയുടെ തലയിൽ തോക്ക് ചൂണ്ടിയ ശേഷമാണ് വെടിവെച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മെ സംബന്ധിച്ച്. പക്ഷേ നാട്ടിൽ വളരെ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത കുടുംബത്തിലെ അംഗങ്ങളാണ് 2 പേരും. വളരെ ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുകയാണ്. മകനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള ഇല്ലില്ല, അവർ ഇല്ലില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി സ്ഥിതിഗതികളെക്കുറിച്ചൊന്നും ഇൻഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല.